നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ആരാധകരുള്ള മേക്ക് ഓവർ ആർട്ടിസ്റ്റായ നിവ്യ വിനീഷാണ്. ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിവ്യ, ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, നമുക്ക് അറിയുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ മേക്ക് ഓവർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് അത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഒരുപാട് പേര് കമൻറ്റിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, നിവ്യ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നോ ആണോ എന്നൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, ഞാൻ മേക്കപ്പ് ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ മേക്കപ്പ് എന്താന്നുള്ളതൊക്കെ പഠിച്ചത്, എങ്ങനെയാണ് യൂസ് ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതിലേക്ക് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഫസ്റ്റ് എന്താ പറയാ, കോവിഡിന് മുന്നേ ഇപ്പൊ ഡെലിവറിക്ക് വേണ്ടിയിട്ട്, എന്റെ രണ്ടാമത്തെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ പോയതാണ്. ഇപ്പൊ ഞങ്ങളിവിടെ UK-ലാണ്. അപ്പൊ തിരിച്ച് എന്താ പറയാ, അവിടെ വെച്ചിട്ട് ഇതേപോലെ യൂട്യൂബൊക്കെ നോക്കി എങ്ങനെയാണ് മേക്കപ്പ് അങ്ങനെ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടുന്ന ടൈമിലൊക്കെ. അപ്പൊ ആ ടൈമിലാണ് നമുക്ക് ഒരു കണ്ണൻ രാജമാണിക്യം സർ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ ആളുടെ വീഡിയോ കണ്ടിട്ട് സ്ട്രൈക്ക് ആയത് ഒരു മോഡലിനെ നയൻതാര ആക്കി മാറ്റണ വീഡിയോ. അപ്പൊ അത് കണ്ടപ്പോ മേക്കപ്പ് വെച്ചിട്ട് ഇങ്ങനെ മാറ്റാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ഒരു അത്ഭുതം തോന്നി അത് കണ്ടപ്പോ. അപ്പൊ അതിങ്ങനെ എനിക്ക് ചെയ്തു നോക്കാൻ ഒരു ടെൻഡൻസി ഇപ്പൊ മേക്കപ്പ് അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ലോ. അപ്പൊ ആ ടൈമിൽ എനിക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എനിക്കിങ്ങനെ വരുമോ എന്നുള്ളത് അറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ മിററിലൊക്കെ നോക്കി തനിയെ തന്നെ ഐബ്രോസിൽ മാറ്റം വരുത്തുക, നോസിൽ അതേപോലെ മാറ്റം വരുത്തുക, അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ കുറച്ചൊരു സിമിലാരിറ്റി വരണ പോലെ തോന്നി. എന്നിട്ട് അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് എന്റെ റിലേറ്റീവ്സിനൊക്കെ കാണിച്ചു കൊടുത്തത്. അപ്പൊ അവരൊക്കെ പറഞ്ഞ നയൻതാര തന്നെയാണോ ചെയ്തത്, അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. നയൻതാര തന്നെയാണോ ചെയ്തത്, അങ്ങനെ ഒരു ഡൗട്ടിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്തോ സിമിലാരിറ്റി അവർക്കും തോന്നുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തിരിച്ച് എന്താ പറയാ, ഇവിടേക്ക് വന്നപ്പോ, UK-ലേക്ക് വന്നപ്പോ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ യൂട്യൂബ് തുടങ്ങാമെന്നൊക്കെ ഒരു പ്ലാൻ ഇട്ടത്. അപ്പൊ നമുക്ക് സ്വന്തമായി വീട്ടിലിരുന്നിട്ട് ഏൺ ചെയ്യാലോ, അങ്ങനെയൊക്കെ വിചാരിച്ച ഐഡിയാസ് ഒക്കെ വന്നിട്ടാണ് യൂട്യൂബ് തുടങ്ങിയത്. യൂട്യൂബ് തുടങ്ങിയപ്പോ ഈ പറയണ പോലെ കോണ്ടന്റുകൾ നന്നായിട്ടല്ലേ, അപ്പൊ വ്യൂസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടും ഒക്കെ ഫസ്റ്റ് ഞാൻ ഈ ഡാൻസ്, ക്രാഫ്റ്റ്, ആർട്ട് വർക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊന്നും അധികം വ്യൂസ് അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ എന്താ പറയാ, കണ്ണിന്റെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനൊക്കെ അത്യാവശ്യം എന്താ പറയാ, ഷോർട്സിലൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് വ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ കുറച്ച് മേക്കപ്പിലേക്ക് പിടിക്കാന്ന് വെച്ചു. അപ്പോഴാണ് ഈ ഒരു കോണ്ടന്റ് ഉണ്ടല്ലോ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ നയൻതാര മാമിന്റെ തന്നെ ഒരു 2-3 വട്ടമൊക്കെ ചെയ്ത് നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് ഫസ്റ്റത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടത്. അപ്പോൾ അങ്ങനെ ആദ്യം നയൻതാരയാണല്ലോ ചെയ്തു നോക്കിയത്, അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്തത് ആരെയായിരുന്നു? അവസാനം ഇപ്പൊ ചെയ്തത് ഹിപ്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആവേശം മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ഗെയിമിംഗ് ചെയ്യണ ഒരു ആളാണ്. അപ്പൊ ആളുടെയാണ് കുറെ റിക്വസ്റ്റുകൾ വന്നിട്ട് ആളുടെ ചെയ്തത് ഇപ്പൊ ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയി. ഈ സെലക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ഈ അടുത്തത് ആര് ചെയ്യും എന്നുള്ള സെലക്ഷൻ അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അവിടെ കമൻറ്റ് ബോക്സിൽ തന്നെ വരും ആളുകൾ ഇന്ന ആളിനെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതും പിന്നെ നിവ്യയുടെ ഒരു താല്പര്യം കൂടെ ഉണ്ടല്ലോ, നിവ്യയ്ക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്ന് പറയാമോ? സെലക്ഷൻ ഈ പറയുന്ന പോലെ കൂടുതലും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇപ്പൊ എന്റെ വ്യൂവേഴ്സിന്റെ അഭിപ്രായമാണ്. അപ്പൊ അവര് കമന്റിൽ ഇങ്ങനെ നിറച്ചിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, നിറയെ ഓരോ വീഡിയോസിനും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, ചേച്ചി ചെയ്യെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ശരി, അപ്പൊ അവരുടെ ഫോട്ടോസ് ഒക്കെ ഞാൻ എടുത്ത് ഒന്നും കൂടി ഒന്ന് റെഫറൻസ് നോക്കി നോക്കും, എനിക്ക് പറ്റുമോ, സ്യൂട്ടബിൾ ആവോ എന്നൊക്കെ നോക്കും. അത് രണ്ടാമത്തെ ഓപ്ഷനാണ് കേട്ടോ, ഇപ്പൊ എനിക്ക് സ്യൂട്ട് ആവോ എന്നുള്ളത്. അത് എന്നിട്ട് അങ്ങനെ ഏതാണ്ട് നമുക്ക് നോക്കി നോക്കാം എന്നുള്ളൊരു സംഭവം വരെ. എനിക്ക് കോൺഫിഡന്റ് ആവില്ല ഞാൻ, ചിലപ്പോ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കണതൊക്കെ ചെയ്യാൻ പറ്റാറില്ല. അതൊക്കെ അടിപൊളിയായിട്ട് ഫ്ലോപ്പ് ആവാറുണ്ട്. അപ്പോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രേ ചെയ്യണുള്ളൂ. ഭയങ്കര ഹോപ്പ് ഒന്നും വിചാരിക്കില്ല, പക്ഷെ മാക്സിമം ട്രൈ ചെയ്യും. ഒരു 2-3 മണിക്കൂർ ഇരുന്ന് നന്നായി വരുത്താനൊക്കെ നന്നായി നോക്കും. എന്നിട്ട് വന്നു വെച്ചെങ്കിൽ ഓക്കെ, സന്തോഷം. അല്ല വെച്ചെങ്കിൽ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും. ഓ, 1 ദിവസം പോയില്ലോ എന്നൊക്കെ തോന്നും. പിന്നെയും ട്രൈ ചെയ്യും. അങ്ങനെ
ഏറ്റവും കൂടുതൽ സമയമെടുത്ത് സമയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഇത്രയും 2.5 മണിക്കൂറൊക്കെ സമയമെടുത്തിട്ടാണോ ഇങ്ങനെ ഇതിലേക്ക് മാറുന്നതെന്നുള്ളത് അത്ഭുതമാണ്. നമ്മളെ കാണിക്കുമ്പോൾ വളരെ സ്പീഡിൽ പെട്ടെന്ന് അതിൽ ആ ഒരാളിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നതെങ്കിലും അതിന് പിന്നിലേക്ക് 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെയുള്ള എഫേർട്ട് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ ഏറ്റവും സമയമെടുത്ത് ഇതിലേക്ക് വന്ന ഒരു ആർട്ടിസ്റ്റിനെ ചെയ്തത് അത് ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് മമ്മൂട്ടി സാറിന്റെ ചെയ്തപ്പോ നന്നായി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4 hours ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സൂര്യ സാറിന്റെ പിന്നെ ആടുജീവിതം പൃഥ്വിരാജ് അതിനൊക്കെ കൂടുതലും മെയിൽസിന്റെ ചെയ്യുമ്പോൾ നന്നായി ടൈം എടുക്കുന്നുണ്ട്. അവർക്ക് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് വർക്ക് ഉണ്ടല്ലോ, അപ്പൊ അതിന് കുറച്ച് നന്നായിട്ട് ടൈം വരാറുണ്ട്. നിവയുടെ വീഡിയോയിൽ നമ്മളെപ്പോഴും ആദ്യം കാണുന്നത് നിവ്യ ഈ ഐബ്രോസ് മാറ്റുന്നതാണ്. നിവയുടെ ഐബ്രോസ് ആണ് ആദ്യം തുടച്ച് മാറ്റുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ബാക്കി മേക്കപ്പിലേക്കൊക്കെ കടക്കുന്നത്. അപ്പോൾ ഒരാളുടെ ഒരു മുഖം നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവരുടെ ഐബ്രോസ് ആണ്. അപ്പോൾ ഐബ്രോസിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അതെ ഐബ്രോയും ഐയും അതാണ് മെയിൻ ആയിട്ട്. അപ്പോൾ നിവ്യയുടെ മുഖത്ത് നിന്ന് പല പല ആർട്ടിസ്റ്റായിട്ട് മാറുന്നു. അത് സിനിമാ താരങ്ങളാകട്ടെ, രാഷ്ട്രീയക്കാരാകട്ടെ, ആരെയും നമുക്ക് ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളിലേക്കൊക്കെ മാറുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു മുഖത്തിൽ നിന്ന് ഇത്രയും ആളുകൾ വരുന്നത് നമുക്ക് അത്ഭുതമാവും. എവിടെ നിന്നാണ് ഇത്, എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊന്ന് വിശദമായിട്ട് പറയാമോ? ഞാൻ ഇതുപോലെ തന്നെ ഐന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഐബ്രോ ആ പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അവിടെ നിന്ന് തൊട്ടിട്ട് തുടങ്ങും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ എന്താ പറയാ, അതൊരു അതേപോലെ തന്നെ സിമിലാരിറ്റി വരുത്തിയതിന് ശേഷം പിന്നെ നോസിലേക്ക് കടക്കും. നോസ് ഭയങ്കര മേജർ ആയിട്ടുള്ള പാർട്ട് തന്നെയാണ്. മിക്കത് നോസിന്റെ വലുപ്പമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഭയങ്കര ചെറിയ നോസൊക്കെ ഉള്ളവരോടെ ഞാൻ എടുക്കാറില്ല, കാരണം എനിക്ക് സ്യൂട്ട് ആവില്ല. പിന്നെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ഒരു സംഭവം മുളച്ചു നിൽക്കണ പോലെ തോന്നും. നമുക്ക് അത് ലെങ്ത് ഒക്കെ ആക്കാൻ നമുക്ക് ഈസിയാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വാക്സ് ഒക്കെ കിട്ടും. നമുക്ക് ഇതേപോലെ SFX മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ അതിൽ ഈ ഒരു വാക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോസിന്റെ വലിപ്പം കൂട്ടണതും അങ്ങനെ ചിന്നിന്റെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ അത് പോസിബിൾ ആണ് നമുക്ക് ലെങ്ത് വെക്കാനും ഒക്കെ. പക്ഷെ ചെറുതാക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സാധനം. അത് മേക്കപ്പിലൂടെ തന്നെ കുറെ ചെയ്യുമ്പോഴും കുറച്ച് എന്തോ ഒരു അപാകത ഉണ്ടാവും. പിന്നെ ലിപ്പിന്റെ കാര്യമാണെങ്കിലും പല്ലിന്റെ, ഞാൻ മിക്കതും എന്റെ പല്ല് കാണിച്ച് ചെയ്യാറില്ല. കാണിച്ച് ചെയ്യണാനൊക്കെ അതേപോലെ പല്ലിലടക്കം മേക്കപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ ചിന്നിന്റെ ഈ ഒരു ഭാഗത്തേക്കും പിന്നെ ഉള്ളിലേക്ക് നമുക്ക് ചീക്സ് തോന്നാനും കുറച്ചും കൂടി ഈ ഭാഗത്തേക്ക് വൈഡായിട്ട് നിൽക്കുന്നവരുടെയൊക്കെ ചെയ്യാനൊക്കെ നല്ല ഡിഫിക്കൽട്ടാണ് എന്റെ ഫേസ് വെച്ചിട്ട്. അത് എന്റെ മേക്കപ്പിലും കാണാൻ പറ്റും. അത് അങ്ങനെ അത്ര പെർഫെക്റ്റ് ഒന്നല്ല. എന്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് ആ ഒരു രൂപത്തിലേക്കൊക്കെ ആക്കുന്നത്. പിന്നെ നേരിട്ടിരിക്കണേക്കാളും കുറച്ച് സൈഡിലൊക്കെ ഇരിക്കണതൊക്കെ ഇത് കൈൻഡ് ഓഫ് ഒരു ഇല്ലൂഷൻ ആർട്ട് പോലെയാണ്. നമുക്കിങ്ങനെ തോന്നിപ്പിക്കണ രീതിയിൽ ചെയ്തെടുക്കണതാണ്. ഇപ്പൊ നമുക്കത് വെച്ചിട്ട് ചില മേക്കപ്പ് മാത്രമേ നമുക്ക് അത്രയ്ക്കും നമ്മുടെ ഫേസിന് എന്താ പറയാ അനുയോജ്യമായിട്ടുള്ള ഫേസുകൾ വരുമ്പോ മാത്രമാണ് നമുക്ക് മേക്കപ്പ് ജസ്റ്റ് നേരിട്ട് കാണുന്ന ആൾക്കാർക്കും അതിന്റെ ഒരു സിമിലാരിറ്റി തോന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ക്യാമറയിൽ കൂടെ കാണുന്ന ലൈറ്റ് ഒക്കെ വരുമ്പോൾ ഉള്ള ഒരു എഫക്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ. മറ്റൊന്ന് നമ്മുടെ ഈ ഒരാൾ വേറൊരാളായി മാറുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ മിമിക്രി കലാകാരന്മാരൊക്കെ ചെയ്യുന്നത് പോലെ അത് അവരുടെ ചിലപ്പോൾ ഒരു BGMലായിരിക്കും, ചിലപ്പോൾ അവരുടെ ഡയലോഗിലായിരിക്കും, അവരുടെ വേഷം ഇട്ടിട്ടായിരിക്കും മാറുന്നത്. ഇപ്പോൾ ഈ ഫേസിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ചലഞ്ച് തന്നെയല്ലേ. അത് ഈ ക്യാമറയുടെ മുന്നിൽ അത് ഫലിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇല്ലേ, അതൊരു വലിയ ഒരു ചലഞ്ച് അല്ലേ എന്നിവയ്ക്ക്? അതാണ് എന്താന്ന് വെച്ചാൽ പിന്നെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇത് ഇത്ര അധികം മേക്കപ്പ് ചെയ്യണതല്ലേ, അപ്പൊ ഇതെന്തായാലും ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ ക്യാമറ ലൈറ്റ് വരുമ്പോൾ മാത്രം തന്നെയാണ് നമുക്ക് അത്. ചിലതിന് കേട്ടോ, ചിലതിനൊക്കെ നമുക്ക് ചില മേക്കപ്പിനൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ നേരിട്ടിട്ടും ഇപ്പൊ എന്റെ വീട്ടുകാരെയൊക്കെ കാണിക്കുമ്പോൾ നേരിട്ടിട്ട് അവർ ഇന്ന ആളാണെന്ന് പറയാറുണ്ട്. അത് കാണുമ്പോ സന്തോഷം. നേരത്തെ നിവ്യ പറഞ്ഞു മമ്മൂട്ടിയുടെ ഇത് ചെയ്തപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ സമയമെടുത്തെന്ന് പറഞ്ഞു. ബ്രഹ്മയുഗത്തിൻ്റെ ഞാൻ കണ്ടിരുന്നു, അപ്പോൾ അത് നന്നായി ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പല്ലൊക്കെ വരുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പോൾ പല്ലിൽ എല്ലാത്തിലും ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ കാര്യം തന്നെയാണോ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സമയം എടുത്തു എന്ന് പറഞ്ഞത്? അത്
അതായിരുന്നില്ല. അതിനും അതേപോലെ ടൈം എടുത്തിട്ടുണ്ട്. മമ്മൂട്ടി സാറിന്റെ ഒക്കെ ചെയ്യുമ്പോ ഇതേപോലെ നല്ല ടൈം എടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാന് ഒരു മേക്കപ്പ് സാധാരണ ഒരു ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി സാറിന്റെ. അതിനും ഇതേപോലെ നല്ല ടൈം എടുത്തിട്ടുണ്ട്. അതില് പ്രത്യേകിച്ച് എന്താ പറയാ അഡീഷണൽ ആയിട്ട് താടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ നല്ല ടൈം എടുത്തു. ആ ഒരു ഡീറ്റെയിലിംഗ് കൊണ്ടുവരാനും പിന്നെ ആ ഒരു മെയിൽ അല്ലേ അതിന്റെ നമ്മുടെ ഫേസിലേക്ക് കൊണ്ടുവരാനൊക്കെ. ആദ്യം പറഞ്ഞു നയൻതാര ആണ് ചെയ്തത്. അത് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യല്ല ചെയ്തത്, വീട്ടുകാരെ കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ റെസ്പോൺസ് കിട്ടി. അതിനുശേഷം വീട്ടുകാർ ഓക്കെ വാവ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അടുത്ത് ചെയ്ത ആർട്ടിസ്റ്റ് ആരുടെ മേക്ക് ഓവർ ആയിരുന്നു ചെയ്തത്? റിമി ടോമി. റിമി ടോമി ആയിരുന്നു ഇതേപോലെ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചത്. അതിപ്പോ ഇവിടെ വെച്ചിട്ട് ചെയ്ത് നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തു. അപ്പൊ അവിടെ വീട്ടിലെല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ റിമി ടോമി ആയിട്ടാണ് വീഡിയോ കോൾ ചെയ്തത്. അപ്പൊ ഇതേപോലെ എല്ലാരും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. റിമി ടോമിയെ കുറിച്ച് പറഞ്ഞപ്പം അടുത്ത ചോദ്യം ചോദിക്കണം തോന്നിയത്, ഈ ഏതെങ്കിലുമൊക്കെ സെലിബ്രിറ്റീസ് ഇങ്ങനെ അവരുടെ മേക്ക് ഓവർ കണ്ടിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടോ, വിളിച്ചിട്ടുണ്ടോ, മെസ്സേജസ്, അതിനെക്കുറിച്ച് പറയാമോ? ആ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നവ്യ മാം. അങ്ങനെ കുറച്ച് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വർക്ക് എപ്പോഴും ഒരാളിങ്ങനെ കണ്ടു അല്ലെങ്കിൽ അയാൾ ഇപ്പം ചെയ്ത ആൾ കണ്ടു, അവർ നമ്മളെ വിളിച്ച് അഭിനന്ദിച്ചു എന്നൊക്കെ പറയുന്നൊരു ഒരു ഫാൻ മൊമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടിയ, എന്നെ അവർ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടിയ ഒരു മൊമെൻ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അതൊന്ന് പറയാമോ? അങ്ങനെ ചെയ്തത് സുഹാസിനി മാം എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്തപ്പോഴാണ്. പിന്നെ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ കൊളാബറേറ്റ് പുതിയൊരു എന്താ പറയാ സുഹാസിനി മാമിന്റെ പുതിയൊരു ലുക്ക് ഞാൻ ചെയ്തപ്പോ അത് കൊളാബറേറ്റ് ചെയ്തു. അതൊക്കെ കണ്ടപ്പോ ഇതുപോലെ ഭയങ്കര സന്തോഷമായി. നമുക്ക് എന്താ പറയാ അത്രയ്ക്കും എന്താ പറയാ വലിയൊരാള് അങ്ങനെ എന്റെ മനസ്സിൽ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ആള് ഇതേപോലെ നമ്മളതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക, ഇതേപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പൊ എനിക്ക് മാത്രമല്ല എന്റെ വീട്ടിൽ എല്ലാവർക്കും. ഈ യൂട്യൂബർമാരുടെ മേഖലയിൽ എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഒന്ന് ക്ലിക്ക് ആവണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്ത് നിൽക്കണം. അതിപ്പോൾ മേക്കപ്പ് ആയാലും ഫാമിംഗ് ആയാലും അങ്ങനെ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്ത് നിൽക്കണം എന്ന് പറയാം. അപ്പം ഇങ്ങനൊരു മേക്ക് ഓവർ ഏരിയയിൽ നീ ക്ലിക്കാവും എന്ന് പറഞ്ഞ് കൂടെ നിന്നത്, അതിനൊരു വലിയ സപ്പോർട്ട് തന്നത് ആരാണ്? ആ സമയത്ത് അവർക്കും എന്റെ ചുറ്റുമുള്ളവർക്കും ഇതിനെപ്പറ്റി ഭയങ്കര അറിവില്ലല്ലോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടൂ അങ്ങനെ അറിയണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് എനിക്കിത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടിരുന്നത്. അപ്പൊ എല്ലാറ്റിനും ഇപ്പൊ ഹസ്ബൻഡാണ് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആള്. അപ്പൊ ആള് പറഞ്ഞു എന്ത് ചെയ്യാണെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങണം. തുടങ്ങ്. സ്റ്റാർട്ട് ചെയ്യ്. അങ്ങനെ എല്ലാത്തിനും അങ്ങനെ സപ്പോർട്ട് തരുന്ന ആളാണ്. പിന്നെ ഇന്നത് ചെയ്ത് നന്നാവും അങ്ങനെ 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 ആരും ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. ഞാനെന്നെ എന്റെ ഇഷ്ടത്തിന് തുടങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു കോണ്ടന്റ് എടുക്കാം. അപ്പൊ എന്താ പറയാ അധികം ആരും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ ഫോറിനേഴ്സ് ഒക്കെയാണ് ഞാൻ ചെയ്ത് കണ്ടെക്കുന്നത്. പിന്നെ അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഓരോ സജഷൻസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ച് പേര് ഇത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞത്. അപ്പോ അങ്ങനെ എന്താ പറയാ ഇത് ചെയ്താ പെർഫെക്റ്റ് ആവും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം അവര് ഈ മേക്ക് ഓവർ ഒക്കെ ഇവർക്കും പുതുമയാണ്. ഇപ്പൊ എനിക്കും പുതുമയായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനും ചെയ്തിട്ട് ഒരാളുടെ പോലെ ആവുമ്പോ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട്. ചിലപ്പോ വല്ലവരും ഇത് കണ്ടിട്ട് എന്താ പറയാ ഇത് കാണിച്ചു കൊടുക്കുമ്പോ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ കരയാറുണ്ട്. അത്രയും സമയം ഇരുന്ന് ചെയ്ത് ആ ഒരു ഔട്ട് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ. അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ശരിക്കും കണ്ണു നിറയാറുണ്ട്. നിവ്യ, നാട്ടിലെ കാര്യം കൂടി ചോദിക്കണം. നാട്ടിലെ എവിടെയാണ്? നാട്ടിലെ വിശേഷങ്ങൾ കൂടി പറയും. നാട്ടില് ഞാന് തൃശ്ശൂരാണ്. തൃശ്ശൂര് ഗുരുവായൂരടുത്ത ആളൂർ എന്നുള്ള പ്ലേസിലാണ്. അവിടെ എനിക്ക് അച്ഛൻ, അമ്മ, രണ്ട് ചേച്ചിമാരുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഹസ്ബൻഡിന്റെ വീട് ഇവിടെ വടക്കാഞ്ചേരിയാണ്, ചിറ്റണ്ട എന്നുള്ള പ്ലേസിലാണ്. അവിടെ അച്ഛൻ, അമ്മ, ചേട്ടൻ, എഴുത്തിയമ്മ, ചേച്ചി, മക്കള് എല്ലാവരും ഉണ്ട്.
നാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിവയുടെ കണ്ണിലൊരു വലിയ തിളക്കം കാണാൻ പറ്റി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നാട്ടുകാരുമായിട്ട് പ്രത്യേകിച്ച് മാറി നിൽക്കുന്നവർക്ക് എപ്പോഴും ഈ വിദേശത്തൊക്കെ ഉള്ള ആളുകൾക്ക് ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും കുറേ നൊസ്റ്റാൾജിയൊക്കെ വരുന്നവരാണ്, എപ്പോഴും കണക്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ ഒരു യൂട്യൂബർ ആകുമ്പം ഒരുപാട് കണക്ട് ചെയ്യുന്നില്ലേ ആളുകളുമായിട്ട്, അതിന് സാധിക്കുന്നില്ലേ ഈ വഴി? നാടുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇപ്പോ ഞാനിപ്പോ ഇപ്പൊ മേക്ക് ഓവർ ഒക്കെ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിലും ഇവിടെ ഹസ്ബൻഡിനെ കാണിക്കും. പിന്നെ ഞാൻ നേരെ കോൾ ചെയ്യണത് വീട്ടിലേക്കാണ്. എന്റെ ചേച്ചിമാര്, അതേപോലെ എന്റെ കുറച്ച് കസിൻസ് ഉണ്ട്. അവരെന്നൊക്കെയാണ് ഞാൻ വേഗം വീഡിയോ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇവിടെയാണെങ്കിലും ഇത് ചെയ്യണതിന്റെ ഒപ്പം തന്നെ അവര് എന്റെ കൂടെ ഉണ്ട്. കൂടുതലും ഈ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കമന്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മലയാളികളാണ്, മലയാളത്തിലാണ് കമന്റ് കൂടുതലും വരാറ്. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കമന്റ് കേൾക്കുമ്പോൾ, കമന്റുകൾ കൂടുതൽ വായിക്കുമ്പോൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന ആ ഒരു സങ്കടം അതൊക്കെ മാറുന്നില്ലേ, കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. പിന്നല്ല, ഇപ്പൊ ഒരു വീഡിയോ ഇട്ട് അതിന്റെ കമന്റ്സ് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് അടുത്തത് ചെയ്യണം, അടുത്തത് ഇനി അവർക്ക് നല്ലൊരു ഔട്ട് ഇതിനേക്കാളും കൊടുക്കണം. കാരണം ഒരു വീഡിയോയിൽ കാണുന്ന സപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് കൂടുതൽ പ്രഷർ ഉണ്ട്. ഒരു സൈഡില് സന്തോഷം ഉണ്ടെങ്കിലും കൂടുതൽ ഒരു പ്രഷർ വരുന്നുണ്ട്. കാരണം അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിനേക്കാളും നല്ലത് അവർക്ക് കൊടുക്കണം. എന്താ പറയാ, നല്ല രീതിയിൽ അത് എനിക്ക് ഔട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഒരു പ്രഷറാണ് സത്യം പറയാന്ന് വെച്ചാൽ. പിന്നെ അവര് പറയണ റിക്വസ്റ്റുകള് അതൊക്കെ നമ്മള് വായിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ അപ്പൊ അതൊക്കെ കാണുമ്പോ സന്തോഷം തന്നെ. അവരുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോ ഇപ്പൊ നമ്മൾ കുറച്ചൊന്ന് ഡള്ളായിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചെങ്കിലും അങ്ങനത്തെ കമന്റ്സുകളൊക്കെ കാണും, ഇടയ്ക്ക് വായിക്കും. വായിച്ച് നമുക്കൊരു എനർജി, ഒരു ഭയങ്കര നമ്മൾ സ്ട്രോങ് ആവാനൊക്കെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ആ കമന്റ്സുകളൊക്കെ. പ്രദേശങ്ങളിൽ ഈ തോടിന്റെ കരയിൽ താമസിക്കുന്ന ആളുകൾക്ക് എല്ലാം നെഗറ്റീവ് കമന്റ്സ് പൊതുവേ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ അപേക്ഷിച്ച് നെഗറ്റീവ് കമന്റ്സ് നിവിക്ക് വളരെ കുറവാണ് അല്ലേ? അതെ തീർച്ചയായിട്ടും. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറയാന്ന് വെച്ചെങ്കിൽ അത് തുടക്കത്തിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഒരു 10 കമന്റ്, ഭയങ്കര കമന്റ് ഒന്നും ആദ്യം വന്നേറുന്നില്ല നമ്മള് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഒരു 10 കമന്റ് വരുന്നുണ്ട് വെച്ചെങ്കിൽ അതിലൊരു 5 ഒരു പകുതി എന്നുള്ള പോലെയൊക്കെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ പക്ഷെ ആദ്യമൊക്കെ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ എന്റെ ഹസ്ബൻഡാണ് എന്താ പറയാ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നിന്നായിരുന്നത്. ഇതൊക്കെ ഇങ്ങനെ വരും, നമ്മൾ ഇടുമ്പോ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്, ഇതിന്റെ ഒരു പാട്ടാണ് എന്നുള്ള പോലെ ആള് പറഞ്ഞിട്ട് തന്നെ എന്താ പറയാ സ്ട്രോങ് ആക്കിയായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അതങ്ങനെ നല്ല അത്യാവശ്യം വ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോ ഈ എന്താ പറയാ നെഗറ്റീവ്സ് ഒക്കെ അങ്ങോട്ട് പോയി തുടങ്ങി മെല്ലെ. പിന്നെ നമ്മള് ഒരു വീഡിയോ ഇടുമ്പോഴേക്കും നിറയെ നല്ല നല്ല കമന്റ്സ് വരുമ്പോ എനിക്ക് തോന്നുന്നത് നെഗറ്റീവ് ഇടാൻ വരണവർക്ക് കുറച്ചൊന്ന് വേണ്ടാന്ന് തോന്നുന്നു. അറിയില്ല. ഇപ്പോ എല്ലാതും എന്താ പറയാ 1-2 കമന്റുകൾ വന്നു അത്രേ ഉള്ളൂ. പിന്നെ എല്ലാതും നമുക്ക് നല്ല സപ്പോർട്ട് തരുന്ന ആൾക്കാരാണ് കൂടുതൽ. ഈ യൂട്യൂബിൽ ഇങ്ങനെ ഫെയിം വന്നതിന് ശേഷം കുറച്ച് പേരൊക്കെ അറിഞ്ഞു തുടങ്ങിയതിന് ശേഷം നാട്ടിൽ എന്നാണ് ലാസ്റ്റ് വന്നത്? നാട്ടിൽ വന്നിട്ട് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് ഉള്ള ഒരു സംഭവം, അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങള് ലാസ്റ്റ് ടൈം പോയപ്പോ ഇതേപോലെ ഒരു ഷോപ്പിലേക്ക് പോയി. അവിടെ പോയപ്പോ ഇതേപോലെ എന്താ പറയാ നിവിൻ ആർട്സ് യൂട്യൂബ് ചെയ്യണ ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെ കുറെ ആൾക്കാരൊന്നും ചോദിക്കണില്ല കേട്ടോ. കുറച്ച് പേർക്ക് ഇപ്പൊ എന്താ പറയാ ഇതെല്ലാം വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോ ഇതേപോലെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോയപ്പോ അവിടെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരും ഇതേപോലെ ചോദിച്ചു, നിവിൻ ആർട്സ് മേക്കപ്പ് ചെയ്യണ ചേച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ചോദിക്കണ്ടായി. എല്ലാരും മിക്കവർക്കും ഈ പറയണ പോലെ എന്റെ കുറച്ചു സമയമല്ല എന്റെ ഫേസ് കാണുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അറിയണില്ല. ഇപ്പൊ നേരിട്ട് കാണുമ്പോ ഇയാളാണ് ഇയാൾ എന്നുള്ള ഡൗട്ട് ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ തന്നെയല്ല അങ്ങനെ ഭയങ്കര വൈഡായിട്ട് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടോന്നും എനിക്കറിയില്ല. ഇപ്പോഴൊക്കെ കുറച്ച് എത്തി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തോന്നുന്നു എനിക്ക്. ഇപ്പം
അപ്പോൾ നിവ്യയെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു മിനിമം മേക്കപ്പിലാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിവ്യ ഉള്ളത്. ഈ ഞാൻ ചോദിക്കുന്നത്, ഈ മേക്കപ്പ് ഒന്നും അറിയാത്ത ഒരാൾക്ക് എന്തായാലും ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മൂക്കിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ ഇന്നത് ചെയ്യണം, ചീക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ, അത് പഠിച്ചത് എങ്ങനെയാണ്? മേക്കപ്പിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നോ? ശരിക്കും പറയുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് മേക്കപ്പ് എന്നുള്ളത് കണക്ട് ചെയ്യണത് ഞാനിപ്പോ പോർട്രേറ്റ്സ് ഒക്കെ വരച്ചു കൊടുക്കുന്ന ആളാണ്, വരയ്ക്കണ ഒരാളാണ് ചെറുതായിട്ട്. അപ്പോ നമുക്കിതുപോലെ പെയിന്റിങ്സ് ഒക്കെ ചെയ്യുമ്പോ എനിക്ക് അതേപോലെ എനിക്ക് തോന്നും ഈ മേക്കപ്പ് ഇപ്പൊ ആ രണ്ട് എന്താ പറയാ സംഭവങ്ങളും റിലേറ്റഡ് ആയ പോലെ തോന്നും എനിക്ക്. ഇപ്പൊ നമ്മളൊരു ഫേസിൽ ഇപ്പൊ ഒരു എന്താ പറയാ പെയിന്റിങ്സ് ചെയ്യുമ്പോ ഇപ്പൊ അതിലെങ്ങനെ നമ്മള് ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് എന്താ പറയാ ഷെയ്ഡ്സുകൾ ചെയ്യണതും ഹൈലൈറ്റിന് വേണ്ടിയിട്ട് ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യണതും അതേപോലെ ലിപ്പിനാണെങ്കിലും ഒക്കെ കൊടുക്കണതൊക്കെ എനിക്ക് സെയിം മേക്കപ്പിലേക്ക് വരുമ്പോ ഇത് തന്നെയല്ലേ അത് എന്നുള്ള പോലെ തോന്നാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഷെയ്ഡിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡാർക്ക് ഷെയ്ഡ് പോലെ അതില് കോണ്ടോറുകൾ യൂസ് ചെയ്യണം. അതേപോലെ ചീക്കിനാണെങ്കിലും ഇപ്പൊ ബ്ലഷ് അതൊക്കെ കളേഴ്സ് അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഷേപ്പിലാക്കാൻ പറ്റും അല്ല വെച്ചെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റണതൊക്കെ അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക്. നിവ്യയുടെ മുഖത്ത് നമ്മൾ മേക്കപ്പ് ഇട്ട് കണ്ടിട്ടുണ്ട്. നിവ്യ ആദ്യം കുറച്ച് സമയം കാണിക്കുക, അതിന് ശേഷമാണ് ബാക്കി മേക്ക് ഓവറിലേക്ക് നമ്മൾ പോകുന്നത്. വേറെ ആരുടെയെങ്കിലും മുഖത്ത് ഇങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടോ? അവരെ ആരെങ്കിലും, നമ്മുടെ സ്വന്തം മുഖത്ത് മേക്കപ്പ് ഇടുമ്പോൾ അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്, മെറിറ്റും ഡീമെറിറ്റും ഉണ്ടല്ലോ. അപ്പം വേറെ ആരെങ്കിലും ഇങ്ങനെ മേക്ക് ഓവർ ചെയ്ത് വേറെ ആരെങ്കിലും ഒക്കെ ആക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് മെയിലിന്റെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ ഫേസിൽ ഞാൻ തീരെ കോൺഫിഡന്റ് ആയിരുന്നില്ല. അപ്പൊ എങ്ങനെയായിരിക്കും അത് വേറില്ല എന്ന് തന്നെയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ വിളിച്ച് എന്നിട്ട് 1-2 മണിക്കൂർ ഇരിക്കാൻ പറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ബിഗ് ബോസ് ഇറങ്ങിയിട്ടുള്ള ടൈമായിരുന്നു. അപ്പൊ എനിക്കിന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. എനിക്കാണെന്ന് ഇങ്ങനെ താടി അതൊക്കെ പിന്നെ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഫേസ് അല്ലേ, അപ്പം എനിക്ക് സ്യൂട്ട് ആവില്ല എന്റെ ഫേസിൽ ചെയ്യുമ്പോൾ. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ എന്റെ മുഖത്ത് ട്രൈ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ആളത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആളുടെ ഫേസിലാണ് ഫസ്റ്റ് ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ചെയ്തത്. ഈ വലിയ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ, ആരാധകർ, നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ ആരാധകരായിട്ടുള്ളവർ, എന്നെ അങ്ങനെ അവരെ ആക്കിത്തരുമോ, അവരെ പോലെ ആക്കിത്തരുമോ എന്ന് ചോദിച്ച് നിവ്യയുടെ അടുത്ത് വന്നിട്ടുണ്ടോ? കുറെ പേര് എന്തിനാ എന്റെ റിലേറ്റീവ്സ് എന്നെ നേരിട്ട് നാട്ടിലൊക്കെ പോകുമ്പോ എന്നെ ഒരു ദുൽഖർ സൽമാൻ ആക്കി തരുമോ, എന്നെ മമ്മൂട്ടി ആക്കി തരുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ സമയാവട്ടെ ആക്കി തരാം. കാരണം നമുക്ക് എന്താ പറയാ നമ്മുടെ ഫേസിൽ ചെയ്യണ പോലെ അത്ര ഈസി അല്ല വേറെ ആളുടെ ഫേസിൽ ചെയ്യണത്. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഹസ്ബൻഡിന്റെ ഫേസിൽ ചെയ്തപ്പോ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് ചെയ്ത് നോക്കി നോക്കി ചെയ്യണം എന്ന് പറയുന്നത് ഭയങ്കര അത്ര ഈസി ആയിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് ചെയ്തു തരുമെന്ന് ചോദിക്കുമ്പോ കുറച്ചൊന്ന് ബാക്കിലേക്ക് വരികയാറുണ്ട്. നമുക്ക് നോക്കാന്നുള്ള പോലെ ചെയ്യാറുണ്ട്. വളരെ ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു നിവ്യ. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഐ മേക്കപ്പിൽ തുടങ്ങിയ മുഖം കാണിക്കാൻ വളരെ പാടുള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ അതൊക്കെ മാറിയോ? തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ വീഡിയോസ് എടുത്താലും അറിയാലോ. ഇപ്പൊ ഞാന് എന്താ പറയാ ഫേസ് നന്നായിട്ട് കാണിക്കണത്, അതുപോലെ ഇപ്പൊ കുറച്ച് ഇന്റർവ്യൂസുകളൊക്കെ കിട്ടിയിട്ടും ഒക്കെ ആ ഒരു സംസാരിക്കാനാണെങ്കിലും ഇപ്പൊ എന്താ പറയാ ഫസ്റ്റ് എന്റെ സംസാരം കേൾക്കുമ്പോഴേ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയായിരുന്നു. എന്റെ മുഖം കാണുമ്പോ അയ്യാ കൊളായി അങ്ങനെയൊക്കെയുള്ള പോലെ. ഇതുപോലെ എന്റെ ഒരു ചേച്ചിന്റെ ഇവിടെ യൂട്യൂബ് ചാനൽ ആള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾ തന്നെയാണ് എനിക്ക് ഇങ്ങനെ യൂട്യൂബിലേക്ക് വായോ ഇത് ചെയ്യുക വീട്ടിലിരിക്കുമ്പോ ഇത് നല്ലതായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് കൂടുതൽ സപ്പോർട്ട് തന്നത് ചേച്ചിയാണ്. അപ്പൊ കാർത്തിക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ അതിലാണ് എന്നെ ഫസ്റ്റ് ഇപ്പോ ആള് വ്ളോഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ വീട്ടിൽ വന്നിട്ട് ഇതേപോലെ വ്ളോഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാനൊക്കെ വിളിച്ച് നിൽക്കും, എന്റെ അടുക്ക് നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇതിൽ ആഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അത്രയ്ക്കും എന്താ പറയാ ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോഴൊക്കെ നല്ല മാറ്റമായി. മാറ്റം വരുത്തില്ല നമ്മള് ഇതിൽ തന്നെ നമ്മള് എന്താ പറയാ വർക്ക് ചെയ്തോണ്ടിരിക്കും. ഇത്രയും നല്ല അടിപൊളി സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു. മേക്ക് ഓവേഴ്സ് എല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാളി പോയിട്ടുള്ള മേക്ക് ഓവർ, അതിനെക്കുറിച്ച് പറയാമോ? അങ്ങനെ പാളി പോയിട്ടുണ്ടോ വല്ലോ? ഇഷ്ടം പ്രകാരം കൊറേ ഇതേപോലെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. എന്താ പറയാ ലക്ഷ്മി നക്ഷത്ര മാമിന്റെ
കുറെ വട്ടം ട്രൈ ചെയ്തു. ഇതുവരെയായിട്ടും നടന്നിട്ടില്ല. ഇനിയിപ്പോ ഒന്നുകൂടി ട്രൈ ചെയ്യണം. അതിപ്പോ കുറച്ച് നാള് മുന്നേ ട്രൈ ചെയ്തായിരുന്നാണ്. ഒരു 5 ടൈംസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കുറെ റിക്വസ്റ്റുകൾ വന്നിട്ട്. അപ്പൊ ആ ടൈമിലൊന്നും എനിക്ക് ചെയ്യാനേ പറ്റുണ്ടായിരുന്നില്ല. ഇപ്പൊ ചെയ്യുമ്പോ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഇനി നോക്കണം. പിന്നെ ഇപ്പൊ പുതുതായിട്ട് ബിഗ് ബോസില് ജാസ്മിൻ ജാഫറിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയായിട്ടുണ്ടായിരുന്നില്ല. 1-2 വട്ടം ട്രൈ ചെയ്തു. എന്നിട്ട് ശരിയായില്ല. എന്നിട്ട് മൂന്നാമതും ട്രൈ ചെയ്തു. എന്നിട്ട് ഏതാണ്ടൊക്കെ വന്നു. കാരണം ഇപ്പൊ അത് ട്രെൻഡിങ് ആണ്. തന്നെയല്ല കുറെ പേര് ചോദിക്കുന്നുണ്ട് ചെയ്യുവോ ചെയ്യുവോ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ എന്നിട്ട് ഞാൻ അത്ര കംഫർട്ടബിൾ ആയിട്ടല്ല ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 2-3 പേർക്ക് ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ. അപ്പോഴൊക്കെ അവരത് ജാസ്മിൻ ജാഫർ, ജാസ്മിൻ ജാഫർ അങ്ങനെ അവരെന്നെ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഞാൻ ശരി അപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നാത്തതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പൊ നിവി പറഞ്ഞു ജാസ്മിന്റെ പാളിപ്പോയി എന്ന് പറഞ്ഞിരുന്നല്ലോ. അവിടെ ഏത് ജാസ്മിന്റെ ഫേസിലെ ഏത് ഭാഗമാണ് ശരിയായില്ല അല്ലെങ്കിൽ നിവിക്ക് ചെയ്യാൻ പറ്റണില്ല എന്ന് തോന്നിയത്? എവിടെയാണ് ഒരു പാളിച്ച വന്നത്? അത് എനിക്ക് തോന്നിയത് മെയിൻ ആയിട്ട് ഐ തന്നെയാണ്. ഐ എനിക്ക് വരുന്നുണ്ടായിരുന്നില്ലേ. ഇപ്പൊ നമുക്കൊരാളുടെ ഫേസിൽ നോക്കുമ്പോ നമ്മൾ ഫസ്റ്റ് നോക്കുക അയാളുടെ ഐയിലേക്കാണല്ലോ. അപ്പൊ ആ ഒരു കണ്ണ് നമുക്കൊരു ലൈവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിലൊരു പകുതി ഭാഗം നമ്മൾ സക്സസ് ആന്ന് പറയാം. അപ്പൊ അതെനിക്ക് വരണേ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ട്രൈ ചെയ്ത ഒരു തെറ്റായിട്ടാണോ എനിക്കറിയില്ല. ചിലപ്പോ ഇനി ട്രൈ ചെയ്താൽ വരുന്നുണ്ടാവായിരിക്കും. അങ്ങനെ ശരിയായിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ചെയ്ത സംഭവങ്ങൾ ഇങ്ങനൊരു സെലിബ്രിറ്റിയെ കാണിക്കണം അല്ലെങ്കിൽ അവർ കണ്ടാൽ കൊള്ളാം എന്ന് തോന്നി ചെയ്ത കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെ മിക്കവരോട് ചെയ്യുമ്പോഴും ഇതേപോലെ അവരുടെ അടുത്തേക്ക് ഇത് എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ചെയ്യാറുണ്ട്. ഇപ്പോ റിക്വസ്റ്റുകൾ അല്ലാണ്ട് തന്നെ നമ്മുടെ ഉള്ളില് വരുമല്ലോ. മമ്മൂട്ടി സാറിന്റെ ആണെങ്കിലും അതേപോലെ SRK ഷാറുഖ് ഖാൻ പിന്നെ നയൻതാര മാം ഇവരുടെയൊക്കെ ഈ പറയണ പോലെ അവരത് കണ്ടു എങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട് നമ്മള്. യൂട്യൂബിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച യൂട്യൂബർ ആയിട്ടുള്ള നിവ്യ വിനീഷിനെ കുറിച്ചാണ്. ഇപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളിലാണ് എൻഗേജ്ഡ് ആവുക? യൂട്യൂബിനപ്പുറം വീഡിയോസ് ചെയ്യുന്നതിനപ്പുറം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? ഫാമിലിയെ കുറിച്ച് കൂടി പറയുമോ, മക്കളെ കുറിച്ചൊക്കെ? എന്റെ ഫാമിലി എന്ന് പറയുമ്പോ ഇപ്പൊ അവരാണ് എന്റെ എല്ലാതും ലൈഫ് എന്ന് പറയണത്. അപ്പോ ഇതിന്റെ ഉള്ളില് നമ്മൾ ഈ വീടിന്റെ ഉള്ളിൽ ആകെ 4 പേരല്ല ഇപ്പൊ ഇവിടെ ഉള്ളത്. അപ്പൊ അവരായിട്ട് തന്നെയാണ് കൂടുതൽ കണക്ഷനും. ഞങ്ങള് അങ്ങനെ കണക്റ്റഡ് ആണ്. ഇപ്പൊ ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ എന്റെ മക്കൾ ഇപ്പൊ ഒരു 4 വയസ്സ് 8 വയസ്സായിട്ടുള്ള അവർക്ക് ഭയങ്കര എന്താ പറയാ അമ്മയ്ക്ക് ഇപ്പൊ കുറെ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അമ്മ എല്ലാരും അറിയണ്ടല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ഭയങ്കര സപ്പോർട്ട് തരണ കാണാം. നമുക്ക് അതൊക്കെ കാണുമ്പോ അത് മതി എന്നൊക്കെ തോന്നും ചിലപ്പോ. അവരുടെ ഒരു സന്തോഷം അതേപോലെ ഹസ്ബൻഡ് ആണെങ്കിലും ഞാൻ കുറച്ച് ഇമോഷണലാണ്. സോറി. നിവ്യ, എന്തായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിന് നന്ദി. ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്. Thank you so much for inviting me. Thank you so much, News 18. Thank you. ലേഡീസ് ബാൻഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.